4 വർഷം മുൻപ് പെട്ടിമുടിയിലെ ദുരന്ത ഭൂമിയിലെ നൊമ്പര കാഴ്ചയായിരുന്നു ഉറ്റവരെ തേടി നടന്ന കുവി എന്ന നായ. 2 വയസ്സുകാരി ധനുഷ്കയുടെ മൃതദേഹം കുവി കണ്ടെത്തിയതടക്കം കണ്ണു നിറയാതെ ഓർക്കാനാകില്ല കുവിയെ. 4 വർഷങ്ങൾക്കിപ്പുറം കുവി ആലപ്പുഴയിലുണ്ട്. ഇന്ന് പെട്ടിമുടി ദുരന്തത്തിന്റെ 4ാം വാർഷികമാണ്. അന്ന് ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച കേരളം മറക്കാത്തൊരു മുഖമാണ് കുവി എന്ന നായയുടേത്. രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇടുക്കി ഡോഗ് സ്ക്വാഡിലെ അജിത് മാധവൻ കുവിയെ കൂടെ കൂട്ടാൻ തീരുമാനിച്ചു. പക്ഷേ കേരള പോലീസ് കുവിയെ ഡോഗ് സ്ക്വാഡിലേക്ക് എടുത്തതോടെ അജിത്തിന് കുവിയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പിന്നീട് ഏറെ കാലത്തിന് ശേഷമാണ് അജിത് കുവിയെ സ്വന്തമാക്കുന്നത്. അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ടൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് അവളെ കൂട്ടാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് എടുക്കാനായിട്ടായിരുന്നു ഞാൻ കരുതിയിരുന്നത്. അപ്പോഴാണ് കേരള പോലീസിലേക്ക് എടുക്കണമെന്ന് പറഞ്ഞ് പോലീസിലേക്ക് എടുത്തു. അവിടെ ഏകദേശം 1 കൊല്ലം അടുപ്പിച്ചുണ്ടായിരുന്നു. അതിനുശേഷം ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടു പോയ ഒരു അമ്മുമ്മയും ഒരു ചെറുമോനും ഉണ്ടായിരുന്നു. അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവർ DGPക്ക് റിക്വസ്റ്റ് വെച്ചു. അങ്ങനെ അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ മിക്കപ്പോഴും കാണാൻ പോകാറുണ്ടായിരുന്നു. പോകുമ്പോഴെല്ലാം അവളെ എനിക്ക് തരുമോയെന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അന്നൊക്കെ അവർ തരില്ലെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ കൊണ്ടുപോക്കോളുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അന്ന് തന്നെ ചെന്ന് മുദ്രപത്രത്തിൽ എഴുതി മേടിച്ചായിരുന്നു. വേറെ ആർക്കും അവകാശങ്ങളൊന്നും ഇല്ല എന്നും പറഞ്ഞ് എഴുതി മേടിച്ചു, വീട്ടിൽ കൊണ്ടുവന്നു. അജിത്തിന്റെ ചേർത്തള ചക്രക്കുളം കൃഷ്ണകൃപയിൽ ഇണയോടൊപ്പം കുവി സന്തോഷവതിയാണ്. 2021 മുതൽ കുവി അജിത്തിന്റെ കുടുംബത്തിന്റെ ഭാഗമാണ്. ഇതിനിടയിൽ നജസ് എന്ന സിനിമയിൽ മുഴുനീള കഥാപാത്രവും അവതരിപ്പിച്ചു. പോലീസ് നായ്ക്കളെക്കുറിച്ച് 7 വാല്യമുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് അജിത്. ന്യൂസ് മലയാളം, ആലപ്പുഴ.